ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പുതിയ കാര്യം, ഉദാഹരണത്തിന് ഒരു പുതിയ ഭാഷയോ കോഡിങ്ങോ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കാനോ ഒക്കെ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ ചിലർക്ക് മാത്രം എങ്ങനെ സാധിക്കുന്നു എന്ന്? നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ടിട്ടും പലപ്പോഴും അത് ഫലപ്രദമാകുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾ പഠനത്തിൻ്റെ ശരിയായ രഹസ്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഏത് കാര്യവും വേഗത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന 5 തെളിയിക്കപ്പെട്ട സയൻറ്റിഫിക് വഴികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, എപ്പോഴും സ്വയം ചോദിക്കുക, ഞാനിത് എന്തിനാണ് പഠിക്കുന്നത്? ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പുതിയ ഭാഷ പഠിക്കണം എന്ന് പറയുന്നതിന് പകരം 6 മാസത്തിനുള്ളിൽ എനിക്ക് സ്പാനിഷിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് ലക്ഷ്യം വെക്കുക. നിങ്ങളൊരു ലക്ഷ്യം വെക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ പഠനം കൂടുതൽ എളുപ്പമാകും. അതാണ് ആദ്യത്തെ മാജിക്. രണ്ടാമത്തെ രഹസ്യം, 20 മണിക്കൂർ നിയമം. ഏത് പുതിയ കാര്യവും നന്നായി ചെയ്യാൻ നിങ്ങൾക്ക് 10,000 മണിക്കൂർ വേണ്ടിവരും എന്ന് പലരും പറയാറുണ്ട്. അത് സത്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായ കഴിവ് നേടാൻ വെറും 20 മണിക്കൂർ മതി. നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് 20 ദിവസം പരിശീലിപ്പിച്ചാൽ ആ സ്കില്ലിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കിട്ടും. 20 മണിക്കൂർ എന്നത് വലിയ ലക്ഷ്യമല്ല, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. നമ്പർ 3, പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ആക്റ്റീവ് റീകോൾ ഉപയോഗിക്കുക. വെറുതെ പുസ്തകം വായിച്ചു പോയാൽ ഓർമ്മയിലിരിക്കില്ല. പഠിച്ച ശേഷം പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് സ്വയം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അത് എഴുതുകയോ ഉറക്കെ പറയുകയോ ചെയ്യാം. ഇതൊരു ചോദ്യോത്തര രീതിയാണ്. ഈ രീതി നിങ്ങളുടെ ഓർമ്മശക്തിയെ ഉത്തേജിപ്പിക്കുകയും പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ ഉറവിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ഫലപ്രദമായ വഴി. നാലാമത്തെ വിദ്യ, ചിതറിക്കിടക്കുന്ന പരിശീലനം. നിങ്ങൾ ഇന്ന് പഠിച്ച ഒരു കാര്യം നാളെ, പിന്നെ 3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, പിന്നെ 1 മാസം കഴിഞ്ഞ്, ഇങ്ങനെ ഇടവിട്ട് റിവൈസ് ചെയ്യുക. ഒറ്റയടിക്ക് ഒരുപാട് സമയം പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഈ ഇടവിട്ടുള്ള റിവിഷൻ. പരീക്ഷയ്ക്ക് മാത്രമല്ല, പുതിയ കഴിവുകൾ ഓർമ്മയിൽ നിലനിർത്താനും ഇത് സഹായിക്കും. അഞ്ചാമത്തെയും അവസാനത്തെയും രഹസ്യം, ശ്രദ്ധ തെറ്റാതെ പഠിക്കുക. നിങ്ങൾ 1 മണിക്കൂർ പഠിക്കാനിരിക്കുകയാണെങ്കിൽ മൊബൈൽ ദൂരെ വയ്ക്കുക, നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ഇതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. 15 മിനിറ്റ് ശ്രദ്ധയോടെ പഠിക്കുന്നത് 2 മണിക്കൂർ ശ്രദ്ധയില്ലാതെ പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ്. നിങ്ങളുടെ പഠന സമയം ഒരു തപസ്സു പോലെ കാണുക. ഈ 5 വഴികളും പ്രയോഗിച്ചു നോക്കി നിങ്ങളുടെ പഠനത്തിൽ വരുന്ന മാറ്റം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പഠന രീതി എന്താണ്? അത് പറയാനും മറക്കരുത്. കൂടുതൽ മോട്ടിവേഷനും ലൈഫ് ഹാക്സുകൾക്കുമായി ഹഫി റാസി വ്ലോഗ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ പഠനം തുടരുക.